ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. ക്രിസ്തുദേവന്റെ അന്ത്യത്താഴത്തെ അനുസ്മരിച്ച് വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു. എളിമയുടെ പ്രതീകാത്മകമായി തന്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ച് അന്ത്യ-അത്താഴത്തിന് അപ്പവും മുറിച്ചു നൽകിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ വിശുദ്ധവാരത്തിന്റെ 5-ാം ദിനത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയത്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജില്ലയിലെ മറ്റു പള്ളികളിൽ വികാരിമാർ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഇന്ന് രാവിലെ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് വരെ ദേവാലയങ്ങളിൽ പ്രത്യേക ആരാധന നടന്നു. പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകും. ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിച്ച് പ്രാർത്ഥനയിൽ മുഴുകും. രാത്രി വീടുകളിൽ അപ്പം മുറിക്കൽ, ശുശ്രൂഷയും എന്നിവയും നടത്തും. അന്ത്യ-അത്താഴത്തിന്റെ സ്മരണയാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിൽ ഒരുക്കുന്ന പെസഹ വിരുന്ന്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാണ് പെസഹ അപ്പം വിതരണം ചെയ്യുക. ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഖബറടക്കം എന്നിവ അനുസ്മരിക്കും. ഞായറാഴ്ചയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.